Computer graphics next topic flat panel displays. The term flat panel display refers to a class of video device that have reduced volume, weight and power requirements compared to a CRT. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ CRT മോണിറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. CRT കാത്തോഡ് റേ ട്യൂബ്. ഇപ്പോൾ കാത്തോഡ് റേ ട്യൂബിനേക്കാളും നല്ല ഒരു ഡിസ്പ്ലേ ഡിവൈസാണ്, നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ഡിവൈസാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ CRT ആയി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലൊന്നാണ് റെഡ്യൂസ്ഡ് വോളിയം. റെഡ്യൂസ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കുറവാണ്. നെക്സ്റ്റ് വെയ്റ്റ്, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേൻ്റെ വെയ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റീൻ്റെ കൺസപ്ഷനും കുറവാണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേന് CRT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്: റെഡ്യൂസ്ഡ് വോളിയം, weight and power requirements. Okay, a significant feature of flat panel display is that they are thinner than CRTs and we can hang them on walls or wear them on our wrist. അതായത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ CRTനേക്കാളും തിന്നറാണ്. നമുക്ക് വാളിൽ വേണ്ടിക്ക് അതിനെ തൂക്കിയിടുക. അതിലിപ്പോൾ വാച്ചെല്ലാം ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയിൽ വാച്ച് കിട്ടുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ റിസ്റ്റിലാണ് നമ്മൾ ധരിക്കുന്നത്. ഓക്കെ, കറണ്ട് യൂസസ് ഫോർ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ഇൻക്ലൂഡ് സ്മോൾ TV monitors, calculators, pocket video games, laptop, armrest viewing of movies on airlines, അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സ് ഇൻ എലിവേറ്റേഴ്സ്. കുറേ ആപ്ലിക്കേഷൻ ഏരിയാസ് ഉണ്ട് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേക്ക്. നമ്മൾ TV മോണിറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഗെയിംസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പോക്കറ്റ് വീഡിയോ ഗെയിംസ്, ചെറിയ വീഡിയോ ഗെയിം കളിക്കുന്ന ചെറിയ ഡിവൈസ്, അതിൽ നമ്മൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ പിന്നെ മൂവി കാണാൻ വേണ്ടിയിട്ട് ചെറിയ TV ഉണ്ടാവും ഓരോ സീറ്റിൻ്റെ അവിടെ, അതിന് നമ്മൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് നമ്മൾ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, next about classification of flat panel displays. We can classify flat panel displays into two main categories. First one, emissive display, and second one, non-emissive display. Emissive display or emitters and non-emissive display or non-emitters. Emissive displays, these are devices that convert electrical energy into light. Emissive displays convert electrical energy into light. Example, plasma panel, thin film electroluminescent displays, light emitting diodes, etc. അപ്പോൾ എമിസീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ദീസ് ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ്. 3 എമിസീവ് ഡിസ്പ്ലേ ഡിവൈസസ് ആർ പ്ലാസ്മ പാനൽ, thin film electroluminescent displays and light emitting diodes. Okay, non-emissive displays convert sunlight, optical effect to convert sunlight or light from other source into graphic pattern. Example, liquid crystal display. Okay, next about emissive display. First emissive display device is plasma panel. In the case of plasma panels are also called gas discharge displays, are constructed by filling the region between two glass plates with a mixture of gases that usually include neon. Okay, അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് പാനൽ അല്ലെങ്കിൽ പ്ലാസ്മ പാനലാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെങ്കിൽ 2 പാരലായിട്ടൊരു ഗ്ലാസ് പ്ലേറ്റ്സ് എടുക്കും. ആ ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ അകത്ത് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഏത് ഗ്യാസാണ് ഫില്ല് ചെയ്യുന്നത്? നിയോൺ ഗ്യാസാണ് ഫില്ല് ചെയ്യുന്നത്. മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് ഫില്ല് ചെയ്യുന്നത്. അതിൽ നിയോൺ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്. അതുപോലെ എ സീരീസ് ഓഫ് വെർട്ടിക്കൽ കണ്ടക്ടിങ് റിബൺ ഈസ് പ്ലേസ്ഡ് ഓൺ വൺ ഗ്ലാസ് പാനൽ ആൻഡ് എ സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ റിബൺ ഈസ് ബിൽഡ് ഇൻ ടു ദി അതർ ഗ്ലാസ് പാനൽ. ഒരു ഗ്ലാസ് പാനലിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ
കണ്ടക്ടർ ഹൊറിസോണ്ടൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റേ ഗ്ലാസ് പ്ലേറ്റിലെ കണ്ടക്ടർ കുത്തന വെർട്ടിക്കൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എ സീരീസ് ഓഫ് വെർട്ടിക്കൽ കണ്ടക്ടിങ് റിബൺ ഈസ് പ്ലേസ്ഡ് ഓൺ വൺ ഗ്ലാസ് പാനൽ ആൻഡ് എ സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ റിബൺ ഈസ് ബിൽഡ് ഇൻ ടു ദി അതർ ഗ്ലാസ് പാനൽ. ഇനി എന്താ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്? ഫയറിംഗ് വോൾട്ടേജ് അപ്ലൈഡ് ടു എ പെയർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സ്. നമുക്കറിയാം കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്നാൽ അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. നമ്മൾ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിലൂടെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള ഗ്യാസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസും അയോൺസും ആയിട്ട് മാറും. ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് എന്നാണ് പറയുന്നത്. ഫയറിംഗ് വോൾട്ടേജസ് ആർ അപ്ലൈഡ് ടു എ പെയർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സ് കോസ് ദി ഗ്യാസ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് ദി ടു കണ്ടക്ടേഴ്സ് ടു ബ്രേക്ക് ഡൗൺ ഇൻ ടു ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്. അതുപോലെ ഈ വെർട്ടിക്കൽ കണ്ടക്ടറും ഹൊറിസോണ്ടൽ കണ്ടക്ടറും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ല, നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻ വരച്ചാൽ അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റാണ് പ്ലാസ്മ പാനലിലെ പിക്സൽ. അപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലുള്ള നിയോൺ ഗ്യാസ് ഇലക്ട്രോൺസും അയോൺസും ആയിട്ട് മാറും. അപ്പോഴവിടെ ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റാണ് നമ്മൾ പിക്സലിനെ ഇലൂമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫയറിംഗ് വോൾട്ടേജ് അപ്ലൈഡ് ടു പെയർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സ് കോസ് ദി ഗ്യാസ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് ദി ടു കണ്ടക്ടേഴ്സ് ടു ബ്രേക്ക് ഡൗൺ ഇൻ ടു എ ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. പ്ലാസ്മ പാനൽ പിക്ചർ ഡെഫിനിഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എ ഫ്രെയിം ബഫർ. പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഫ്രെയിം ബഫറിലാണ്. ആൻഡ് ദി ഫയറിംഗ് വോൾട്ടേജസ് ആർ അപ്ലൈഡ് ടു റീഫ്രഷ് ദി പിക്സൽ പൊസിഷൻ. വോൾട്ടേജ് ഈ പിക്സൽ പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിക്ചർ ഡ്രോ ചെയ്യുന്നത്. അതായത് റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്ത വോൾട്ടേജ് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് പിക്സൽ, അതായത് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പിക്സൽ പൊസിഷനിൽ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാ? ഈ നിയോൺ ഗ്യാസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇലക്ട്രോൺസ് അയോണായിട്ട് മാറിയിട്ടാണ്. പ്ലാസ്മ പാനലിൻ്റെ കേസിൽ 60 times per second റിഫ്രഷിങ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാസ്മ പാനൽ. പ്ലാസ്മ പാനലിൻ്റെ പിക്ചർ 2 ഗ്ലാസ് പ്ലേറ്റ്. അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കണ്ടക്ടർ ഹൊറിസോണ്ടലായിട്ടും മറ്റേൽ കണ്ടക്ടർ വെർട്ടിക്കലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ് ഫില്ല് ചെയ്ത്. അതിലൊരു കോമ്പോണൻറ്റ് നിയോൺ ആണ്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലുള്ള നിയോൺ ഗ്യാസ് ഇലക്ട്രോൺസും അയോൺസും ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത എമിസീവ് ഡിസ്പ്ലേ ഡിവൈസ് ആണ്. അതെന്ന് പറയുന്നത് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേസ്. തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേസ് ആർ സ്മോളർ ഇൻ കൺസ്ട്രക്ഷൻ ടു എ പ്ലാസ്മ പാനൽ. അത് പ്ലാസ്മ പാനൽ പോലെ തന്നെ തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേസ് ആർ സിമിലർ ഇൻ കൺസ്ട്രക്ഷൻ ടു എ പ്ലാസ്മ പാനൽ. പ്ലാസ്മ പാനൽ പോലെ തന്നെയാണ് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേ. കൺസ്ട്രക്ഷൻ എല്ലാം സെയിം ആണ്. ഗ്ലാസ് പ്ലേറ്റിൽ കണ്ടക്ടർ ഹൊറിസോണ്ടലായിട്ടും മറ്റേൽ കണ്ടക്ടർ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഒരു ഫോസ്ഫറാണ്. ഫോസ്ഫർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് മെറ്റീരിയൽ. ആ ഫോസ്ഫർ എന്താണെന്നറിയോ? ഫോസ്ഫർ എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനീസ്. ഫോസ്ഫർ എന്ന് എഴുതിയാൽ പോരാ, അതിൻ്റെ അകത്ത് എന്നാണ് ആ ഫോസ്ഫറിൻ്റെ പേരും കൂടി പറയണം. ഫോസ്ഫർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് മെറ്റീരിയൽ. തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേൻ്റെ കേസിൽ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഒരു ഫോസ്ഫറാണ്. ഫോസ്ഫറിൻ്റെ പേര് സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനീസ്. ഓക്കെ, similar in construction to plasma panel. The difference is that region between the glass plate is filled with a phosphor such as zinc sulfide doped with manganese instead of gas. Phosphor ആണ്. ഫോസ്ഫറിൻ്റെ പേര് സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനീസ്. When a sufficiently high voltage is applied to a pair of crossing electrodes, the phosphor become conductor in the area of intersection of the two electrodes. നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡ്സ്
അല്ലെങ്കിൽ കണ്ടക്ടർ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് തന്നെയാണ് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേയിലും എന്ത് പറയുന്ന പിക്ചർ ഇലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്താകും, ആ പിന്നെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലുള്ള ഫോസ്ഫർ കണ്ടക്ടറായിട്ട് മാറും, ഇലക്ട്രിസിറ്റീൻ്റെ കണ്ടക്ടറായി മാറും. കണ്ടക്ടർ മീൻസ് അതെന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ഫോസ്ഫർ എന്താവും, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അതെന്താവും, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാൻ വേണ്ടി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടി അതെന്ത് ചെയ്യും, അതിൻ്റെ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യും. അതെങ്ങനെയായിരിക്കും എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുക, ലൈറ്റിൻ്റെ ഫോമിലായിരിക്കും റിലീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേ. ഓക്കെ, when a sufficiently high voltage is applied to a pair of crossing electrodes, the phosphor becomes a conductor in the area of the intersection of the two electrodes. Okay, electrical energy is then absorbed by the manganese atom. ഫോസ്ഫറിലുള്ള മാംഗനീസ് ആറ്റാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുക, വിച്ച് then release the energy as a spot of light similar to the glowing plasma effect in a plasma panel. ആ മാംഗനീസ് ആറ്റം ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ എനർജി കിട്ടുമ്പോൾ ആ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുക ലൈറ്റിൻ്റെ ഫോമിലാണ്. ആ ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യുമ്പോഴാണ് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണോ പ്ലാസ്മ പാനലിൽ ഗ്ലോയിങ് പ്ലാസ്മ എഫക്റ്റ് ഉണ്ടാകുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, മാംഗനീസ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേ. രണ്ട് ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കണ്ടക്ടർ ഹൊറിസോണ്ടലായിട്ടും മറ്റേത് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് അല്ല ഫോസ്ഫർ ഫില്ല് ചെയ്തിട്ടുണ്ട്, സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനീസ്. ഇനി അടുത്ത എമിസീവ് ഡിസ്പ്ലേ ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടക്ടേഴ്സാണ് എന്താണ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഗ്ലാസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ ഓരോ പിക്സലിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഓരോ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയോഡ്സിനെയാണ് മെട്രിക്സ് ഫോമാറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്. അതായത് പിക്സലായിട്ടും സ്കാൻ ലൈനിൽ ഓരോ പിക്സലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഡയോഡ്സാണ്. അപ്പോൾ ആ ഡയോഡാണ് എന്ത് ചെയ്യുക, ലൈറ്റ് എമിറ്റ് ചെയ്യുക. അപ്പം നോക്കാം, എ തേർഡ് ടൈപ്പ് ഓഫ് എമിസീവ് ഡിവൈസ് ഈസ് ദി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എ മെട്രിക്സ് ഓഫ് ഡയോഡ് ഈസ് അറേഞ്ച്ഡ് ടു ഫോം ദി പിക്സൽ പൊസിഷൻ ഇൻ ദി ഡിസ്പ്ലേ ആൻഡ് the picture definition is stored in refresh buffer. Okay, as in a scanline refreshing of CRT, information is read from refresh buffer and converted to voltage levels that are applied to the diodes to produce the light patterns in the display. അതായത് റിഫ്രഷ് ബഫറിലാണ് നമ്മൾ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുക. ഇവിടെ സ്റ്റോർ ചെയ്ത വോൾട്ടേജ് ഏതിലാണ് അപ്ലൈ ചെയ്യുക, കറസ്പോണ്ടിങ് ഡയോഡ്സിൽ. ഒരു ഡയോഡാണ് ഒരു പിക്സൽ. അപ്പോൾ ഡയോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ ഡിസ്പ്ലേയിൽ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് എമിസീവ് ഡിസ്പ്ലേസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം, എമിസീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആക്കി മാറ്റുക ചെയ്യാം. മെയിനായിട്ട് 3 എമിസീവ് ഡിസ്പ്ലേ ഡിവൈസസ് ആണുള്ളത്. ഒന്ന് പ്ലാസ്മ പാനൽ, ഒന്ന് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേ, ഒന്ന് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, പ്ലാസ്മ പാനലിൻ്റെ കേസിൽ ഫില്ല് ചെയ്യുന്നത് ഗ്യാസ് ആണ്, മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. അതിൽ എന്തുണ്ട്, നിയോൺ ഗ്യാസ് ഉണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് തിൻ ഫിലിം ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേ ആണ്. പ്ലാസ്മ പാനൽ ഗ്യാസ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഒരു ഫോസ്ഫർ ഫില്ല് ചെയ്യുന്ന ഫോസ്ഫറിൻ്റെ പേര് സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനീസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡിയിൽ നമ്മൾ ഓരോ പിക്സലിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഓരോ ഡയോഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഡയോഡ് മെട്രിക്സ് ഫോമാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അവിടെ പിക്സൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്ത വോൾട്ടേജ് ലെവൽ ഈ ഡയോഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോൺ എമിസീവ് ഡിസ്പ്ലേ ഓർ നോൺ എമിറ്റേഴ്സ് ആണ്. മെയിനായിട്ടുള്ള എമിറ്റർ, അതായത് അതെന്താ ചെയ്യുക, ലൈറ്റിനെ ഗ്രാഫിക്സ് പാറ്റേൺ ആക്കി മാറ്റുക ചെയ്യുക. ഒപ്റ്റിക്കൽ എഫക്റ്റ് ടു കൺവേർട്ട് ലൈറ്റ് ടു ഗ്രാഫിക് പാറ്റേൺ. മെയിൻ ആയിട്ടുള്ള നോൺ എമിസീവ് ഡിസ്പ്ലേ ഡിവൈസ് ആണ് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. Liquid crystal displays are commonly used in small systems such as calculators and portable laptop computers. These are, നമ്മൾ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, liquid crystal displays are commonly used in small systems such as calculators, കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്, പോർട്ടബിൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ നോൺ എമിസീവ് ഡിവൈസസ്.
ഡിവൈസസ് പ്രൊഡ്യൂസ്, അതേപോലെ LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നും പറയുന്നുണ്ട്, ഡിവൈസ് എന്നും പറയുന്നുണ്ട്, രണ്ടും ശരിയാ. ഡിവൈസസ് പ്രൊഡ്യൂസ് എ പിക്ചർ ബൈ പോളറൈസ്ഡ് ലൈറ്റ് ഫ്രം സറൗണ്ടിങ്സ് ഓർ ഫ്രം എൻ ഇന്റേണൽ ലൈറ്റ് സോഴ്സ് ത്രൂ എ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അലൈൻ ടു ഐദർ ബ്ലോക്ക് ഓർ ട്രാൻസ്മിറ്റ് ദി ലൈറ്റ്. ഓക്കെ, നമ്മുടെ ലൈറ്റിൻ്റെ അകത്ത് കുറേ സിഗ്നൽസ് മിക്സ് ചെയ്തതായിരിക്കും നമ്മുടെ ലൈറ്റ്. അപ്പോൾ ആ ലൈറ്റ് നമ്മൾ പോളറൈസ് ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്? LCDയിലോട്ട് പാസ് ചെയ്യുന്നത്. പോളറൈസ്ഡ് ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ടാത്ത സിഗ്നൽസൊക്കെ റിമൂവ് ചെയ്ത് ലൈറ്റിന് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ആ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യും? ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ ഒന്നിക്കിൽ അതിനെ പാസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. അതായത് നമുക്ക് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലൈറ്റിനെ പാസ് ചെയ്യും, പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഡിവൈസ് പ്രൊഡ്യൂസ് പിക്ചർ ബൈ പാസിംഗ് പോളറൈസ്ഡ് ലൈറ്റ് ഫ്രം ദി സറൗണ്ടിങ്സ് ഓർ ഫ്രം എൻ ഇന്റേണൽ ലൈറ്റ് സോഴ്സ് ത്രൂ എ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അലൈൻഡ് ടു ഐദർ ബ്ലോക്ക് ഓർ ട്രാൻസ്മിറ്റ് ദി ലൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ദി ടേം ലിക്വിഡ് ക്രിസ്റ്റൽ റെഫേഴ്സ് ടു ദി ഫാക്ട് ദാറ്റ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് എ crystalline arrangement of molecule yet they flow like a liquid. LCDൻ്റെ അകത്ത് നമ്മളൊരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ക്രിസ്റ്റൽ ഫോമിലുള്ള ഒരു ലിക്വിഡാണ് ഫില്ല് ചെയ്തത്, അതാണ് ലിക്വിഡ് ക്രിസ്റ്റലാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്നാൽ അതിന് ക്രിസ്റ്റലിൻ്റെ ഫോമിലാണ് ഉണ്ടാവും. ദി ടേം ലിക്വിഡ് ക്രിസ്റ്റൽ റെഫേഴ്സ് ടു ദി ഫാക്ട് ദാറ്റ് ദീസ് കോമ്പൗണ്ട് ഹാവ് എ ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾ. ദേ ഫ്ലോ ലൈക്ക് എ ലിക്വിഡ്. അത് ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യും, ഒഴുകും. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ക്രിസ്റ്റൽ നമ്മൾ ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത്. റോഡ് ഷേപ്പ്ഡ് അല്ല ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ് ലിക്വിഡ് ക്രിസ്റ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് കോമൺലി യൂസ് ന്യൂമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ കോമ്പൗണ്ട് ദാറ്റ് ടെൻഡ് ടു കീപ് ദി ലോങ് ആക്സിസ് ഓഫ് എ റോഡ് ഷേപ്പ്ഡ് മോളിക്യൂൾ. ഇതിൻ്റെ അകത്ത് കാണുന്നില്ലേ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ലൈറ്റ് പാസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ആ ലിക്വിഡ് ക്രിസ്റ്റൽ ട്വിസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ അത് ബ്ലോക്കാ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് സ്റ്റേറ്റിലുള്ള LCD ആണെങ്കിൽ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ അത് എന്ത് ചെയ്യൂല, ട്വിസ്റ്റ് ചെയ്യൂല, ലൈറ്റ് പാസ് ചെയ്യുകയും ചെയ്യില്ല, ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. 2 glass plates ഈച്ച് കണ്ടെയ്നിങ് പോളറൈസർ, ലൈറ്റ് പോളറൈസർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി അതർ പ്ലേറ്റ്. നമ്മൾ LCDൻ്റെ കേസിൽ 2 ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. 2 ഗ്ലാസ് പ്ലേറ്റിലും ലൈറ്റ് പോളറൈസർ ഉണ്ട്. പോളറൈസർ പറഞ്ഞില്ലേ, വേണ്ടാത്ത സിഗ്നലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളറൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ പോളറൈസർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. ഒന്നിൽ ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്തതെങ്കിൽ മറ്റതിൽ വെർട്ടിക്കലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പിക്സലിൽ കണ്ടക്ടർ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ കണ്ടക്ടറും ഉണ്ട്, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെർട്ടിക്കൽ കണ്ടക്ടറും ഉണ്ട്. ദി ഇൻ്റർസെക്ഷൻ ഓഫ് 2 കണ്ടക്ടർ ഡിഫൈൻസ് എ പിക്സൽ പൊസിഷൻ. മറ്റതിലെല്ലാം പറഞ്ഞ പോലെ ഈ കണ്ടക്ടറിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പൊസിഷനാണ് പിക്സൽ. ദി മോളിക്യൂൾ ആർ അലൈൻഡ് ആസ് ഷോൺ ഇൻ ദി ഓൺ സ്റ്റേറ്റ്. ഇവിടെ കാണുന്ന പോലെയാണ്, ഓൺ സ്റ്റേറ്റിൽ കാണുന്ന പോലെയാണ് മോളിക്യൂൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കാം. പോളറൈസ്ഡ് ലൈറ്റ് പാസിംഗ് ത്രൂ ദി മെറ്റീരിയൽ ഈസ് ട്വിസ്റ്റഡ് സോ ദാറ്റ് ഇറ്റ് വിൽ പാസസ് ത്രൂ ദി ഓപ്പോസിറ്റ് പോളറൈസർ. ലൈറ്റ് ഈ ലിക്വിഡ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പോവുക. എന്തുകൊണ്ടാണ് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് പോകുന്നത്? ഓപ്പോസിറ്റ് പോളറൈസറിൻ്റെ ഇടയിലായതുകൊണ്ടാണ്. ദി ലൈറ്റ് ഈസ് ദെൻ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി വ്യൂവർ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? പിക്ചർ സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ പിക്സൽ ഓഫ് ചെയ്യണമെന്ന് വിചാരിക്കുക. പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടു ടേൺ ഓഫ് ദി പിക്സൽ വി അപ്ലൈ എ വോൾട്ടേജ് ലെവൽ ടു ദി ടു ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടർ. ആ കണ്ടക്ടറിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഓഫ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യൂല?
റിഫ്ലക്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ അത് ലൈറ്റിനെ അതിലേക്കൂടി പാസ് ചെയ്യാൻ വിടൂല. ടു ടേൺ ഓഫ് ദി പിക്സൽ വി അപ്ലൈ എ വോൾട്ടേജ് ടു ദി ടു ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടർ ടു അലൈൻ ദി മോളിക്യൂൾ സോ ദാറ്റ് ദി ലൈറ്റ് ഈസ് നോട്ട് ട്വിസ്റ്റഡ്. ലൈറ്റ് ട്വിസ്റ്റ് ചെയ്യൂല. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് പാനൽ ഡിവൈസ് ഈസ് റെഫർഡ് ടു ആസ് എ പാസീവ് മെട്രിക്സ് LCD. പാസീവ് മെട്രിക്സ്, അതായത് ഇവിടെ എന്നാ സംഭവിച്ചു വെച്ചാൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, എങ്ങനെയായിരിക്കും ആ മോളിക്യൂളിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അതിലേക്കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ട്വിസ്റ്റ് ചെയ്യണ്ട, ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടു ടേൺ ഓഫ് ദി പിക്സൽ വി അപ്ലൈ എ വോൾട്ടേജ് ടു ദി ടു ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടേഴ്സ് ടു align the molecule so that light is not twisted. Okay. This type of flat panel display is referred to as a passive matrix. അതായത് ഗ്ലാസ് പ്ലേറ്റിൽ എന്താണ് പോളറൈസറും അതേപോലെ കണ്ടക്ടേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്ക് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കണ്ടക്ടറിൽ എന്താ ഇലക്ട്രിസിറ്റി വോൾട്ടേജ് അപ്ലൈ ചെയ്യണ്ട. അപ്പോൾ എന്ത് ചെയ്യും, പോളറൈസ്ഡ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് പിക്ചർ വേണ്ട, ഓഫ് സ്റ്റേറ്റിലാണ് വേണ്ടതെങ്കിൽ ആ കണ്ടക്ടറിലൂടെ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂല, ലൈറ്റ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പാസീവ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെയും പിക്ചർ ഡെഫിനേഷൻ എവിടെ സ്റ്റോർ ചെയ്യും, റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്യും. 60 ഫ്രെയിം പെർ സെക്കൻഡാണ് റിഫ്രഷിങ് നടക്കുന്നത്. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് കളർ ഡൈസ് യൂസ് ചെയ്യേണ്ടി വരും. Another method of constructing LCD is to place a transistor at each pixel position. ഇപ്പം നമ്മൾ കണ്ടക്ടർ യൂസ് ചെയ്യുന്നതിന് പകരം ഓരോ പിക്സലിനും കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ആക്റ്റീവ് മെട്രിക്സ് ഡിസ്പ്ലേ എന്നാണ് പറയാം. കണ്ടക്ടറിന് പകരം എന്ത് യൂസ് ചെയ്യുക, transistor. The transistors are used to control the voltage at a pixel position and prevent the charge from gradually leaking out of the liquid crystal cells. These devices are called active matrix display. ഇത്രയും ഓർമ്മിച്ചാൽ മതി. കണ്ടക്ടേഴ്സ് പാസീവ് മെട്രിക്സിൽ നമ്മൾ പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് മെട്രിക്സിൽ ഓരോ പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.